കൊടുക്കാനുള്ള മറ്റ് സഹായങ്ങളെല്ലാം തന്നെ താമസമില്ലാതെ തന്നെ നൽകുന്നതായിരിക്കും. ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമെല്ലാം ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിപ്പം ഇതായില്ല. ഇപ്പം നമ്മുടെ ഇന്നിപ്പോൾ ബാലാവകാശ കമ്മീഷൻ വന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടും നമ്മളല്ലാതെ തന്നെ ഈ ലൈൻ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് തന്നെ പ്രവൃത്തികൾ തുടങ്ങുന്നതായിരിക്കും. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ കുടുംബാംഗങ്ങൾക്ക് സഹായം കൈമാറുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കുഞ്ഞിൻ്റെ അമ്മ നാളെ രാവിലെയാണ് നാട്ടിലെത്തുക. കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നതും നാളെയാണ്. ഇപ്പോൾ മിഥുൻ്റെ വീട്ടിലെത്തി സഹായധനം കൈമാറുകയായിരുന്നു. ആദ്യഘട്ട സഹായമാണ് ഇപ്പോൾ കൈമാറിയത്. ഇന്ന് അല്പം മുൻപാണ് വൈദ്യുതി മന്ത്രി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയാണ് KCB അധികൃതർ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ചീഫ് എഞ്ചിനീയർ മിഥുൻ്റെ വീട്ടിലെത്തിയാണ് പണം കൈമാറിയതും. അല്പം മുൻപാണ് മന്ത്രി KN ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും മിഥുൻ്റെ വീട്ടിലെത്തുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും സാഹചര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും പിതാവുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. സർക്കാർ എപ്പോഴും മിഥുനൊപ്പം തന്നെയാണ്, ഈ കുട്ടിക്കൊപ്പം തന്നെയാണ്. ആരൊക്കെയാണ് ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളത് അവർക്കെല്ലാമെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. മറ്റൊരാൾക്കും ഇനി ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണത്തിലുള്ള കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കുറച്ചു മുൻപ് മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം മിഥുൻ്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. സമാനമായ നിലപാടാണ് വൈദ്യുത വകുപ്പും സ്വീകരിച്ചിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വൈദ്യുത വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മിഥുൻ്റെ വീട്ടിലെത്തി ആദ്യഘട്ട സഹായമാണ് കൈമാറിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സഹായമാണ് കൈമാറിയിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഈ സഹായം പ്രഖ്യാപിച്ചത്. ചീഫ് എഞ്ചിനീയർ വീട്ടിലെത്തി ഈ സഹായം കുടുംബത്തിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ നിന്നും വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മിഥുൻ മരണപ്പെടുന്നത്. മിഥുൻ്റെ സംസ്കാരം നാളെ വൈകുന്നേരം 4 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിലാകും സംസ്കാരം. കുട്ടിയുടെ അമ്മ സുജ രാവിലെ വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തും. മൃതദേഹം 10 മണി മുതൽ തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ആ 12 മണിയോടുകൂടിയെങ്കിലും കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 4 മണി എന്നുള്ളൊരു ടൈം വെക്കുന്നു. 4 എന്നുള്ളത് 5 മണിക്കുള്ളിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ആണിപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊണ്ടുവരുന്നത് നമ്മൾ സ്കൂളിൽ വെച്ചതിന് ശേഷം, സ്കൂളിൽ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഒരു 10 മണിക്ക് കൂടി എടുക്കും. സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം നമ്മൾ ഇനി വീട്ടിലെത്തുമ്പോൾ 12 മണിയോടുകൂടി എത്തുന്ന പ്രതീക്ഷിക്കും. മന്ത്രിമാരായ V ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവർ തേവലക്കര സ്കൂളിലും തുടർന്ന് മിഥുന്റെ വീട്ടിലുമെത്തി. സർക്കാർ കുട്ടിയോടൊപ്പമാണെന്നും ഇനി ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ പാടില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. ഗവൺമെന്റ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ വലിയ വിഷമമുണ്ട്. ഒരു സംഭവം നടന്നു, അതിനെ സംബന്ധിച്ച് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്, ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുക്കും. കൊല്ലത്ത് നിന്ന് ശ്രീരാജാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്രീരാജ്, മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്മ നാളെ രാവിലെ എത്തുന്നുണ്ട്. മന്ത്രിമാരടക്കം നേതാക്കൾ പലരായി അവിടേക്ക് എത്തുന്നു, വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ അവിടെ എത്തി കുടുംബത്തിന് തുക കൈമാറുകയും ചെയ്തു.
ഇതിൽ ഏറ്റവും സങ്കടകരമായ കാഴ്ച എന്തെന്നാൽ അതിസാധാരണമായൊരു വീടാണ്. ആ വീടിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു മകനാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലത് മാത്രമേ ആ കുഞ്ഞിനെ കുറിച്ച് പറയാനുമുള്ളൂ. ഇപ്പോൾ ഈ ചീഫ് എഞ്ചിനീയർ വീട്ടിലെത്തിയതിനു ശേഷം മടങ്ങിയോ? മന്ത്രിമാർ വീട്ടുകാരുമായി സംസാരിച്ചത് എന്താണ്? നാളത്തെ ക്രമീകരണങ്ങൾ, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ശ്രീരാജ്? സേതു, അങ്ങനെ തന്നെയാണ്. അല്പസമയം മുൻപായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലും മന്ത്രി വി ശിവൻകുട്ടിയും മിഥുൻ്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ടത്. ആദ്യം തേവലക്കര സ്കൂളിൽ അവർ എത്തിയിരുന്നു. തുടർന്ന് അവിടെ നിന്നും വീട്ടിലേക്കെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അച്ഛനെയും മുത്തശ്ശിയും അടക്കം കുടുംബാംഗങ്ങളെ കണ്ടു. നിരവധി ആളുകൾ ഇവിടെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അല്പസമയം മുൻപ് അതുപോലെ KCB ചീഫ് എഞ്ചിനീയർ ഈ വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. അവർ ഈ വീട്ടിൽ എത്തി അച്ഛനും മുത്തശ്ശിയും അടക്കമുള്ള കുടുംബാംഗങ്ങളെ കണ്ടാണ് ഈ ചെക്ക് കൈമാറിയത്. കോവൂർ കുഞ്ഞുമോൻ MLA അടക്കം സാന്നിധ്യമായി സ്ഥലത്ത് ഉണ്ടായിരുന്നു. എന്തായാലും നിരവധി ആളുകൾ ഈ ഘട്ടത്തിലും ഇവിടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. നാളെ രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുജ എത്തുകയും തുടർന്ന് പോലീസിൻ്റെ അടക്കം അകമ്പടിയോടെ പോലീസ് എസ്കോർട്ട് സൗകര്യം ഒരുക്കി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ സഹായം എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്കെത്താൻ മറ്റ് ഗതാഗത തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവാതെ വീട്ടിലേക്കെത്താൻ വേണ്ടുന്ന പോലീസിൻ്റെ സഹായമടക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കുമെന്നും മന്ത്രിമാർ ഇവിടെ എത്തിയ ശേഷം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ 10 മണിക്ക് തേവലക്കര ഹൈസ്കൂളിൽ മിഥുൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 10 മണി മുതൽ എത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 12 മണിയോടെയായി ആകും മിഥുൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. തുടർന്ന് 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഥുൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപായിരുന്നു KCB ചീഫ് എഞ്ചിനീയർ ഈ വീട്ടിലെത്തി വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറിയത്. കോവൂർ കുഞ്ഞുമോൻ MLA അടക്കം KCB ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ തരത്തിലും കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്നും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും സർക്കാർ പറയുന്നു. വിദ്യാഭ്യാസ വകുപ്പ് 3 ലക്ഷം രൂപ പ്രാഥമിക സഹായമെന്ന നിലയിൽ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകുമെന്ന പ്രഖ്യാപനം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിൽ കുടുംബത്തെ ചേർത്ത് നിർത്തും, കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് നിലവിൽ സർക്കാർ പറയുന്നത്. സർക്കാർ വൃത്തങ്ങൾ മന്ത്രിമാരടക്കം സ്കൂളിലും വീട്ടിലുമായി എത്തിയപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ സാഹചര്യം തന്നെയാണ് വീട്ടിൽ ഉള്ളത്. അപകടത്തിൽ മിഥുന് മരണം സംഭവിക്കുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വലിയ വീഴ്ചയായി ആരോപിക്കപ്പെടുന്നു. വീഴ്ചയെന്ന് കണ്ടെത്തുന്നു. കൃത്യമായ നടപടി അക്കാര്യങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയടക്കം പറയുന്നു. സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അതുപോലെ തന്നെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ ആര് തന്നെയായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പ് ഉണ്ടാകുന്നു. അത്തരത്തിൽ വീഴ്ച സംഭവിച്ചു, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള തെളിവുകളും അതിന് ഉണ്ട് എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം പറയുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം സ്കൂളിന് മുന്നിൽ ഇന്നലെ മുതൽ തന്നെ സ്കൂളിന് മുന്നിൽ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം സ്കൂളിൽ ഉണ്ടായിരുന്നു. മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയും ഇന്ന് സ്കൂളിലെത്തിയപ്പോഴും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. KSUവിൻ്റെയും ABVPയുടെയും അതുപോലെ തന്നെ മറ്റ് RYF RSP അടക്കമുള്ള പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സ്കൂളിന് മുന്നിൽ ഉണ്ടായി. റോഡ് തടയുന്ന സമരങ്ങളിലേക്കും അതുപോലെ തന്നെ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസും അടക്കം കടന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം സ്കൂളിന് മുന്നിലും ഈ മന്ത്രിമാരെത്തിയ വഴിയിലും അവർക്ക് നേരിടേണ്ടതായി വന്നു. എന്തായാലും സർക്കാർ പൂർണ്ണമായും കുടുംബത്തോടൊപ്പം നിൽക്കും, കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് പറയുന്നു. എല്ലാവിധത്തിലുള്ള സഹായവും കുടുംബത്തിനുണ്ടാകും എന്ന് പറയുമ്പോഴും കൃത്യമായ നടപടി ഈ അലംഭാവത്തിൽ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രിമാർ അറിയിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്കും അതുപോലെ തന്നെ ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ ശ്രീരാജേ?
സേതു, അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് നൽകി അത് പരിശോധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നത്. തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിൽ KCB ഉദ്യോഗസ്ഥരെത്തി ഈ മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രഖ്യാപിച്ച ആദ്യഘട്ട ധനസഹായം കൈമാറിയിട്ടുണ്ട്. മന്ത്രിമാരടക്കം ഇന്ന് ആ വീട്ടിലെത്തി വീട്ടുകാരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രി KN ബാലഗോപാലും അടക്കമുള്ളവരെത്തുകയും വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറയുകയും സ്കൂൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാളെയാണ് കുട്ടിയുടെ സംസ്കാരം നടക്കുക. കുഞ്ഞിൻ്റെ അമ്മയും നാളെ നാട്ടിലേക്കെത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു കൊല്ലത്ത് നിന്ന്.